ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 1200 ആണ്ട്, മലയാള കൊല്ലവർഷം 1200 ആണ്ട്, മേടം 1 മുതൽ ലഭിക്കുന്ന ഫലങ്ങളെപ്പറ്റിയാണ്. വിഷുഫലമാണ് പറയുന്നത്. ഇംഗ്ലീഷ് വർഷം കണക്കാക്കുകയാണെങ്കിൽ 2025 ഏപ്രിൽ മാസം 14 തീയതി. മലയാള കൊല്ലവർഷമാണ് ആദ്യം പറഞ്ഞു നൽകിയത്. ഈ ഒരു മലയാള കൊല്ലവർഷം നമ്മുടെ പുതുവർഷത്തിൻ്റെ ആരംഭമാണ്. മേടമാസം 1 തീയതി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ഐശ്വര്യത്തിൻ്റെ കാലമാണ്. 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് ഈ 2025 വിഷു മുതൽ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് രാജയോഗപ്രദമായ ഫലങ്ങളെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവരവരുടെ ജീവിതത്തിൽ അത്രമേൽ ലൗകിക ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ സുഖാനുഭവങ്ങളും നന്മകളും എല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് 2025 ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഒരു രാജയോഗപ്രദമായ ഫലങ്ങളെന്ന് പറയുന്നത്. അത്രമേൽ സർവ്വ ഐശ്വര്യങ്ങൾ, ധനധാന്യ, സമ്പൽ സമൃദ്ധി, സന്തോഷം, സമാധാനം, സുഖം, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ വിഷുഫലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി, ജാതകപ്രകാരം നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശയാണോ അല്ലെങ്കിൽ ഒരു പാപഗ്രഹത്തിൻ്റെ ദശയാണോ നടക്കുന്നത്, അതല്ലെങ്കിൽ ജാതകത്തിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, ആ ജാതകവശാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ, വഴിത്തിരിവുകൾ, സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ 2025 മാറും. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അമ്മൻ ജ്യോതിഷത്തിൻ്റെ എല്ലാ വീഡിയോയിലും ജാതകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയാറുണ്ട്. ഈ വീഡിയോയിലും ഞാനത് പറഞ്ഞു നൽകുന്നു. ഈ ഒരു കാലഘട്ടം മലയാള കൊല്ലവർഷം 1200 ആണ്ട്, മേടമാസം 1 തീയതി വിഷു ദിനം മുതൽ സർവൈശ്വര്യങ്ങളും എല്ലാ നന്മകളും ലഭിക്കുന്ന 7 രാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും സർവാഭീഷ്ടമായിട്ടുള്ള ഫലം ലഭിക്കുന്ന, ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന രാശിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമയമാണ് ഈ 2025 വിഷുഫലം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാകുന്ന സമയം എന്നും പറയാം. അത്രമേൽ ഗുണാനുഭവങ്ങൾ, ഐശ്വര്യങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ 2025 വിഷു വർഷഫലം നിങ്ങൾക്ക് നൽകുന്നത്. അത്രമേൽ ഗുണാനുഭവങ്ങൾ, നന്മകളാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. കാലാകാലങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാകും 2025 എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭം, ധനനേട്ടം ഇതൊക്കെ വന്നു ചേരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക, കാലാകാലങ്ങളായിട്ടുള്ള സ്വന്തമായിട്ടുള്ള വീട്, ഭവനമെന്ന ആഗ്രഹം പൂർത്തീകരിക്കുക, സ്വന്തമായിട്ട് ഒരു ഭവനം, വീട് വയ്ക്കുവാൻ സാധിക്കുക, അങ്ങനെയുള്ള എല്ലാ നന്മകളും വന്നു ചേരുന്ന ഒരു കാലമാണ്. അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ, വിദേശ ജോലി, വിദേശവാസം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് രോഗദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. എത്ര വലിയ കടബാധ്യതകൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചൊരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് അനുഭവപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നിട്ടുള്ളത്.
എത്ര വലിയ ജോലിയുള്ളവരാണെങ്കിലും എത്ര വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ പോലും സമ്പാദ്യം എന്നുള്ളത് പലർക്കും ഇല്ല എന്ന് തന്നെ പറയാം. വരുന്ന വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവ് അനുഭവത്തിൽ വന്ന കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷഫലം നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു ഏപ്രിൽ 14 മുതൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സമ്പാദ്യം നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അത്രമേൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ഈ കാലഘട്ടങ്ങളിൽ കാലാകാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമി, സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. അതുപോലെ സന്താന ഭാഗ്യത്തിന്, വിവാഹം കഴിഞ്ഞ് കാലാകാലങ്ങളായി സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി, വിദ്യാഭ്യാസം ലഭിക്കുക, വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല പുരോഗതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുക. അതുപോലെ അവരുടെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച്, ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മംഗളകരമായിട്ടുള്ള അനുയോജ്യമായ വിവാഹം, മംഗല്യഭാഗ്യം നടക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൽ വരും. ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ചും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലവുമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയം. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം കൊണ്ട് പല നല്ല കാര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായി സമ്പത്ത്, ധനം കൈകളിൽ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഈ ഒരു വിഷു വർഷം 2025 ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ പൂർണ്ണമായി നിങ്ങളെ വിട്ടുമാറുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണെന്ന് ഓരോ വ്യക്തികളും അത് മനസ്സിലാക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, സന്തോഷം, സമാധാനം, സുഖം ഒക്കെ ലഭിക്കുന്ന നല്ല കാലമാണ്, നല്ല സമയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം നിങ്ങളുടെ ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഈ 2025 വിഷു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, ധനധാന്യ സമ്പൽ സമൃദ്ധിയും, സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ 2025 വിഷു വർഷം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ നന്മകളും വന്നു ചേരുന്ന ഒരു വർഷക്കാലമായിട്ട് മാറും. പ്രധാനമായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും വിട്ടുമാറുന്ന കാലഘട്ടം. തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളെയും മറികടക്കാൻ തക്ക തരത്തിലുള്ളൊരു ധനവരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരും. കടബാധ്യതകൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടൊരു മുക്തി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരവസ്ഥയും വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനാവശ്യമായിട്ട് നിങ്ങൾ നേരിട്ടിരുന്ന ഒരു എതിർപ്പുകൾ, ശത്രുതകൾ, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. പ്രത്യേകിച്ചും തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മനസ്സിന് സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും ഈ ഒരു വിഷു വർഷം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മനസ്സിന് സമാധാനം, സന്തോഷമുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ പകുതി പ്രശ്നങ്ങൾ നമ്മളെ വിട്ടുമാറി എന്നാണ് അർത്ഥം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം, ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഈ വിഷുവർഷക്കാലം ലഭിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന ഒരു വർഷക്കാലമാണ് ഈ 2025 വിഷുവർഷഫലം നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം ആരംഭിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഭാഗ്യാനുഭവങ്ങളെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നത്. ചിലർക്ക് കാലാകാലങ്ങളായി ആഗ്രഹിച്ച നല്ലൊരു ജോലി ലഭിക്കുന്നത്, മറ്റു ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നത്, മറ്റു ചിലരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി, ഗൃഹമെന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്, അതുപോലെ നല്ല അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യഭാഗ്യം, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അനുഭവത്തിൽ വരും. തുലാം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ആ ദുഃഖ ദുരിതങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു സന്തോഷം, സുഖം ലഭിക്കുക, കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. പലരെയും സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഗൃഹപ്രവേശം, ഒരു ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, വണ്ടി വാഹന യോഗം, മംഗല്യഭാഗ്യം, കുടുംബത്തിൽ വിവാഹം നടക്കുന്നതിനുള്ള ഒരു കാലഘട്ടം, അതുപോലെ ആഗ്രഹിച്ച വിദേശ ജോലിക്കുള്ള സമയം, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, അതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത്. അത്രമേൽ മനസ്സിന് സ്വസ്ഥത, സുഖം, സമാധാനം, തൃപ്തിയൊക്കെ ലഭിക്കും. എല്ലാവിധ ചിന്തകളും മനപ്രയാസങ്ങളും വിട്ടുമാറി ഒരു നല്ല കാലം നിങ്ങൾക്കായിട്ട് ഈ ഏപ്രിൽ മുതൽ ആരംഭിക്കും. വിഷു വർഷഫലം അത്രമേൽ ഐശ്വര്യങ്ങളാണ് ഓരോ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന സമയവും കാലവും ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷു വർഷഫലം സമ്പൂർണ്ണ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഏറ്റവും അധികം ഗുണഫലങ്ങൾ ഈ ഒരു വിഷു വർഷക്കാലത്ത് അനുഭവത്തിൽ വരുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉയർച്ചകൾ, നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയേണ്ടത് ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അതായത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ ഒരു വിഷു വർഷക്കാലം പ്രധാനമായിട്ടും ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നവരോ ആകട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു ധനവരവ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നാനാ വഴികളിൽ കൂടെയായിരിക്കും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇടവം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെ മറികടക്കാൻ തക്ക തരത്തിൽ, അതിനെ തരണം ചെയ്യാനുള്ള തരത്തിലുള്ളൊരു സാമ്പത്തിക മുന്നേറ്റം, അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ലൊരു നിലയും വിലയും കൽപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ തക്ക തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നർത്ഥം. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു അന്യോന്യം, ഒരു പരസ്പര സ്നേഹം, വിശ്വാസവുമൊക്കെ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം, ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന സമയം, കുടുംബ ബന്ധങ്ങൾ, സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി ആ സ്വന്തം ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഇടവം രാശിക്കാർക്ക് നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരുന്നത്. നിങ്ങൾ കാലാകാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണവുമൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇടവം രാശിക്കാരുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ, ഈ ഒരു വർഷക്കാലം ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താനുള്ള യോഗമുള്ള സമയമാണ്. ഒരുപാട് നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, നിങ്ങളുടെ എല്ലാ പാഴ്ചിലവുകളും ഇല്ലായ്മ ചെയ്ത് ആ പണം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന സമയം. ആ പണം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും.
ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വർഷക്കാലം ഇടവം രാശിക്കാർക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വർഷക്കാലമാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വളരെ നല്ല അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം, നല്ല മംഗളകരമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കും. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു സമയം വളരെ വളരെ ഉത്തമമാണ്. ആഗ്രഹിച്ച പോലെ പുനർവിവാഹം നടക്കുന്ന സമയവുമാണ്. ദാമ്പത്യപരമായ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം, സന്തോഷം ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. എല്ലാ തരത്തിലും വളരെ ഉത്തമമായ മാറ്റമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ വളരെ ഉയർച്ച, നന്മകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. പലർക്കും ഈ ഒരു സമയം ഒരു ഉയർന്ന ജോലി ലഭിക്കുക, ഒരു പുതിയൊരു ജോലി മാറ്റം ഉണ്ടാവുക, ജോലിയിലൊക്കെ നല്ലൊരു ശമ്പള വർധനവ് ലഭിക്കുക, പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കർമ്മ മേഖലയിലും നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. അത്രമേൽ വിശേഷപ്പെട്ട സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുഫലം നിങ്ങൾ ഇടവം രാശിക്കാർക്ക് നൽകുന്നത്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെയൊക്കെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാലം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഈ ഒരു വിഷു വർഷഫലം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ നൽകുന്ന ഒരു വർഷക്കാലമായിട്ട് മാറും. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഒരു സുഖ അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വരാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ നല്ല രീതിയിൽ അതിജീവിച്ച് നിങ്ങൾ ഈ ഒരു വർഷക്കാലം മുന്നോട്ട് പോകും. അത്രമേൽ നിങ്ങൾക്കൊരു ഈശ്വര അനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജോലി ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഒരു പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്ന ഒരു കാര്യത്തിനാണെങ്കിലും, വിവാഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷു വർഷഫലം നിങ്ങൾക്ക്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ധനുരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുന്ന ഒരു വർഷക്കാലമാണ്. ഇതെത്ര വലിയ പ്രശ്നമാണെങ്കിലും പലരും, ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികളും ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ട് വീട്ടിലായിട്ടൊക്കെ നിൽക്കുന്ന അനുഭവമൊക്കെ പലർക്കുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് തീർത്ത് പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു കാലമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. പലരെയും സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നല്ലൊരു ദാമ്പത്യ കുടുംബജീവിതം ലഭിക്കുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ദാമ്പത്യം, നല്ലൊരു വിവാഹം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു കാലഘട്ടം ധനുരാശിക്കാർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. സ്ത്രീയാണെങ്കിൽ പുരുഷനിൽ നിന്നും, പുരുഷനാണെങ്കിൽ സ്ത്രീയിൽ നിന്നുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പരസ്പരം നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്. ധനുരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന മനസ്സിനും ശരീരത്തിനുമുള്ളൊരു സുഖം, ഒരു സന്തോഷം ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ ഒന്ന് വിട്ടുമാറാനുള്ള സാധ്യത ഈ ഒരു സമയം നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. ശാരീരികമായിട്ട് ഉള്ള പല പ്രയാസങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2025 വിഷു വർഷഫലം നൽകുന്നത്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച്
ഒരു ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 75% നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയം ധനരാശിക്കാർ ഈ ഒരു കാലഘട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ നിർത്തി വെച്ച പല കാര്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം അതിൻ്റേതായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. അത് അവരവരുടെ ജോലി, കർമ്മത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിയിലൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ട് ധനവരവ്, ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ധനരാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക. വിഷു വർഷഫലം നിങ്ങൾക്ക് വളരെയധികം അനുകൂലത്തിലാണ് ഉള്ളത്. ഈ ഒരു സമയം ധനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷു വർഷഫലം സമ്പൂർണ്ണ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലമാണ് ഈ ഒരു വിഷു വർഷഫലം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ സമയം ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടം നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നുമുള്ള പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, ഒരു മാറ്റമാണ്. വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു മാറ്റം അനുഭവത്തിൽ വരും. മാനസികമായിട്ടൊരു സന്തോഷം, സമാധാനമാണ് മകരം രാശിക്കാർക്ക് ആദ്യം ലഭിക്കുന്ന കാര്യം. നിങ്ങളുടെ മനസ്സിന് തന്നെ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഗുണാനുഭവങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം, ആത്മവിശ്വാസം ലഭിക്കും. അപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. അതാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ വിഷു വർഷഫലം നിങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സമയം മകരം രാശിക്കാർക്ക് ഒരുപാട് ശുഭച്ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം. മംഗളകരമായിട്ടുള്ള ചിലവുകളെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക ഒരു മംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുക മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ്. വണ്ടി വാഹന യോഗം ഉണ്ടാവുക മംഗളകരമായിട്ടുള്ള ചിലവുകളാണ്. അതുപോലെ കുടുംബത്തിൽ വിവാഹം നടക്കുക, അതൊക്കെ മംഗളകരമാണ്. ഇങ്ങനെ ഒരുപാട് മംഗളകരമായിട്ടുള്ള ചിലവുകൾ. അതുപോലെ വിദേശ ജോലിക്ക് പോകുന്നതിനുള്ള ഒരു ചിലവ്, അതും ശുഭച്ചിലവ് തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനുഭവത്തിൽ വരുന്നൊരു സമയം. അതുപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. സ്വന്തം ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി സ്വന്തം ബന്ധങ്ങളൊക്കെ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു സമയം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന് തന്നെ സുഖം, സമാധാനം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങളാണ് ഈ ഒരു വിഷു വർഷഫലം മകരം രാശിക്കാർക്ക് നൽകുന്നത്. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ വർഷക്കാലം വന്നു ചേരും. അങ്ങനെ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് മകരം രാശിക്കാർക്ക് ഈ വിഷു വർഷഫലം നൽകുന്നത്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള നല്ല മാറ്റങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ചും ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടമെന്ന് ഒറ്റ വാക്കിൽ പറയാം. സാമ്പത്തികപരമായിട്ട് വളരെയധികം മുൻപന്തിയിലെത്തുന്ന രാശിക്കാരാണ് നിങ്ങൾ. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം വന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ധനപരമായിട്ടൊരു അഭിവൃദ്ധി ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം ഒക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത്.
ഓരോ മകരം രാശിക്കാരെ സംബന്ധിച്ച് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉയർച്ചകൾ, നന്മകൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, നിങ്ങളുടെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും പൂർണ്ണ ഫലം ലഭിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിനൊരുപാട് അലച്ചിലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വന്നവരാണ് നിങ്ങൾ മകരം രാശിക്കാർ. ഈ ഒരു വർഷഫലം നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾ ഒരു 10% പ്രയത്നിച്ചാൽ 100% ഫലം തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവമാണ്. അതുപോലെ വിദേശത്തൊക്കെ ജോലി ഭാഗ്യത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. പൊതുവേ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന, മനസ്സിനും ശരീരത്തിനുമൊക്കെ അത്രമേൽ നിങ്ങൾക്കൊരു സുഖം, സമാധാനം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളാണ് ഈ ഒരു വിഷു വർഷഫലം നൽകുന്നത്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും നിങ്ങളുടെ ആ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് വിശദമായിട്ടും അവരുടെ ജീവിതത്തെപ്പറ്റിയും മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയും അറിയുവാൻ സാധിക്കുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷു വർഷക്കാലം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു വിഷു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ട്. 7ാം ശനിയുടെ അവസാന കാലഘട്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വളരെ നല്ല ഗുണാനുഭവങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ നല്ല രീതിയിൽ ലഭിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സമയം. ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന കാലഘട്ടമാണ്. പ്രധാനമായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു 75%, 80% നല്ല മാറ്റങ്ങൾ ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. ധനപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കാൻ തക്ക തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരു സാമ്പത്തിക ഉയർച്ച, ഒരു മാറ്റമൊക്കെ നിങ്ങളിലേക്ക് വരും. അതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം കൂടുതലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ട അനുഭവമാണ് ഓരോ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഉള്ളത്. 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ്, കടം വാങ്ങി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ കൈകളിൽ വരുന്ന നമ്മുടെ സമ്പാദ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാത്ത അനുഭവമാണ് പല വ്യക്തികൾക്കും ഉള്ളത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, പാഴ്ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി അതൊരു ശുഭ ചിലവുകൾ ലഭിക്കുന്ന സമയം. അതുപോലെ നിങ്ങൾക്കും ചെറിയൊരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന സമയം, കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രധാനമായിട്ടും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. ഒരല്പം പരിശ്രമം വേണ്ടിവരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പരിശ്രമം പൂർണ്ണ വിജയത്തിലെത്തും. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ, ആ ദാമ്പത്യ കുടുംബജീവിതത്തിലോ സഹോദരി സഹോദരന്മാരുടെ ഇടയിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പരസ്പരം ഒരു സ്നേഹം, ഒരു അന്യോന്യം ലഭിച്ച് നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സഹായം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനം, തൃപ്തി ലഭിക്കും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, ഒരുപാട് പരിശ്രമങ്ങൾ, അലച്ചിലുകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹം, ഒരു അനുയോജ്യമായ ജീവിത പങ്കാളി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷഫലം നൽകുന്നത്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു നല്ല മാറ്റം, ഒരു നല്ല ഗുണഫലം നിങ്ങൾക്ക് വന്നു ചേരും. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം ചിലവുകളും വന്നു ചേരും. ചിലവുകൾ കൂടുതലും ശുഭച്ചിലവുകളായിട്ടാണ് നിങ്ങൾക്ക് മാറുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ആ പണം, ധനവരവുണ്ടെങ്കിലാണ് ശുഭച്ചിലവുകളും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുക. അപ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ
കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിങ്ങൾക്ക് ചേർക്കുവാൻ സാധിക്കും. അതുപോലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് കാലാകാലങ്ങളെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട്, മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് നന്മകൾ അനുഭവിക്കാനുള്ള യോഗം, അതുപോലെ അവരവരുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയവുമാണ് ഈ ഒരു വിഷുവർഷക്കാലം. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് തന്നെ സന്തോഷം, സമാധാനം ലഭിക്കും. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, ആഗ്രഹിച്ച ഒരു വിവാഹം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക, നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. ഇങ്ങനെ കുട്ടികളുടെ കാര്യത്തിലും നല്ല നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹം കഴിഞ്ഞ് കാലങ്ങളായിട്ട് സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ സന്താന ഭാഗ്യത്തിനുള്ള സമയവുമാണ് ഈ ഒരു വിഷു വർഷം. പൊതുവേ കുംഭം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് ജീവിതത്തിലൊരു ഉയർച്ച, ഒരു നന്മ, ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും സാധിച്ച് നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ഈ സമയത്തെ നല്ലപോലെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കണം. ആ ദശാകാലം ഏതാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷു വർഷക്കാലം സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വിഷു വർഷഫലം വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാലമായിട്ട് മാറും. ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. പ്രത്യേകിച്ച് മീനം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് കർമ്മസംബന്ധമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന സമയം. മീനം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തികളാണോ ചെയ്യുന്ന ജോലി മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ പ്രതീക്ഷിച്ച ഉയർച്ച ലഭിക്കാത്തത്, ആഗ്രഹിച്ച ശമ്പള വർധനവ് ലഭിക്കാത്തത്, അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് പലർക്കും പല പ്രാവശ്യം പണം കൊടുത്തിട്ട് അത് പോകാൻ സാധിക്കാതെ തരത്തിലുള്ള കബളിപ്പിക്കപ്പെടലോ മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പണം നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് ഇതുവരെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കാതെ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവത്തിൽ വരുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു വിഷു വർഷം ആരംഭിക്കുന്നതോടുകൂടി വിട്ടുമാറും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം വന്നു ചേരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർന്ന മാറ്റം, അതായത് ഒരു നല്ലൊരു പോസ്റ്റിലേക്ക്, ഒരു പദവിയിലേക്ക് പോവുക, നല്ല സ്ഥാനമാറ്റം, ഇടം മാറ്റം ലഭിക്കുക, ശമ്പള വർധനവ് വന്നു ചേരുക, വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക, വിദേശത്ത് ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ലഭിക്കുക, ജോലിയിൽ ഉയർച്ച, അങ്ങനെ കർമ്മസംബന്ധമായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും ബിസിനസ്സിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നൊരു സമയവും ഒരു കാലമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം, ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ, സന്തോഷങ്ങളൊക്കെ വന്നു ചേരും. മീനം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിനാൽ ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുക. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ മാതാവിനെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒന്നാണ്. അതുപോലെ സ്വന്തമായിട്ട് ഒരു ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് ഈ ഒരു 2025 വിഷു വർഷഫലം. സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ അനുകൂലമാണ്. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലം, ഈ ഒരു വർഷം നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏഴരശനിയുടെ ജന്മശനി കാലഘട്ടമാണെങ്കിൽ പോലും ആ ജന്മശനി 2.5 വർഷക്കാലമാണ്. പക്ഷേ ഈ ഒരു വർഷക്കാലം ജന്മശനി ദോഷം വലുതായിട്ട് അനുഭവത്തിൽ വരില്ല. കാരണം ആ വിഷുഫലത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ് കാണുന്നത്. ഈ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായിട്ട് ഭൂമി, ഗൃഹയോഗങ്ങൾ, വണ്ടിവാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്.
പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറും. കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച ലഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നല്ല അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ വിട്ടുമാറി എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു നന്മ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് മാത്രം. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലം, ഈ ഒരു വർഷം, ഈ 2025 വിഷു വർഷഫലം അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, ചില നന്മകൾ, ആരോഗ്യപരമായ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു മാറ്റം, എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം, ആരോഗ്യത്തിനൊക്കെ ഒരു നല്ല ഒരു മാറ്റം വന്ന് ജീവിതത്തിലേക്ക് ആരോഗ്യപരമായിട്ടൊരു മുന്നേറ്റം ലഭിക്കുന്ന സമയം. അതുപോലെ ആശുപത്രി വാസങ്ങൾ, ആ ഒരു കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. പൊതുവെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരല്പം ഗുണഫലം നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു കാലമാണ് 2025. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന സമയം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ചകളായിരിക്കും. ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു മീനരാശിക്കാരനാണെങ്കിൽ പോലും ഈ ഒരു വിഷു വർഷഫലം ആരംഭിക്കുന്നതോടുകൂടി ഒരു ജോലിയൊക്കെ ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വിഷു വർഷഫലം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.